മൈ ഗോഡ്, ആർ യു ഓൾറൈറ്റ്? ഓ ബോബി, അങ്കിളോ? നിനക്ക് വല്ലതും പറ്റിയോ ബോബി? ഐ ആം ഓൾറൈറ്റ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട വേണ്ട, ഞാൻ കൈകുത്തി ഒന്ന് വീണതേ ഉള്ളൂ. ഓക്കേ, എന്നാ നീ വാ. അപ്പം നിനക്കൊരു ജോലിയാണ് പ്രശ്നം അല്ലേ? ആ, അത് ഞാൻ ശരിയാക്കി തരാം. ഏതായാലും എൻ്റെ ഓഫീസിലൊരു ഫിനാൻസ് മാനേജറുടെ ഒഴിവുണ്ട്. നീ അതങ്ങോട്ട് ചെയ്യ്. താങ്ക് യു സോ മച്ച് അങ്കിൾ. പിന്നെ ബോബി, എൻ്റെ മോളൊരൽപ്പം പ്രശ്നത്തിലാണ്. വൈകിട്ട് വിശദമായി സംസാരിക്കാം. ഓക്കെ അങ്കിൾ. പിന്നെ നിനക്കൊരു വീട് ശരിയാകുന്നത് വരെ തൽക്കാലം ഇവിടെ അങ്ങ് താമസിക്കാം. അങ്കിളിന് അതൊരു ബുദ്ധിമുട്ടാകില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? നീ എനിക്ക് അങ്ങനെ അന്യനൊന്നുമല്ലല്ലോ. നീ എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് ഇത് വല്ലതും പകരമാവുമോ? അന്ന് രാത്രിയിൽ ലണ്ടനിലെ ഏതോ ഒറ്റപ്പെട്ട റോഡിൽ ആക്സിഡന്റ് വന്ന് കിടന്നപ്പോൾ നീ അന്ന് രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ആ കടപ്പാട് എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റുമോ? അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഇതെൻ്റെ ഭാര്യ ദീപ. ആ ദീപേ, ഓർക്കുന്നുണ്ടോ? ഇതാണ് ബോബി. അന്ന് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാ. ഹായ് ബോബി. ഹലോ ആന്റി. നമ്മളന്ന് പിരിഞ്ഞതിന് ശേഷം തികച്ചും ആകസ്മികമായി ഇതുപോലൊരു കണ്ടുമുട്ടലുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എനിക്കതിലെ കാർ ഓടിച്ചുകൊണ്ട് വരാൻ തോന്നിയത് തന്നെ ഒരു നിമിത്തമാണ്. ആ നിമിത്തം തന്നെയാണ് വീണ്ടും നമ്മളെ ഇവിടെ ഒരുമിപ്പിച്ചത്. ആ ദീപേ, ബോബി ഒന്ന് ഫ്രഷ് ആവട്ടെ. അവൻ ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്ക്. Come on Bobby, I'll show your room. ഓക്കെ. എൻ്റെ മകൾ മാനസികമായി ആകെ തകർന്ന അവസ്ഥയിലാണ്. എൻ്റെ കമ്പനിയിൽ മുൻപ് ഫിനാൻസ് മാനേജരായി ജോലി ചെയ്തിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ ടൗണിൽ വെച്ച് തന്നെയാണ് ഞാൻ അവനെയും ആദ്യമായി കണ്ടുമുട്ടിയത്. ഒരു ജോലി അന്വേഷിച്ച് വന്നതാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അവനെ എൻ്റെ കമ്പനിയിലേക്ക് കൂട്ടുകയായിരുന്നു. വരൂ ടോണി. ഓക്കെ അങ്കിൾ. ടോണി ഇരിക്കൂ. നൈസ് ഓഫീസ്. യെസ് സാർ, ഷോയി ചെറിയാൻ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ, വരാൻ പറയൂ. ഹലോ മിസ്റ്റർ അലക്സ്. ഹലോ ഷോയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഷോയ്, ഇത് ടോണി, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മോനാ കേട്ടോ. ഹലോ ടോണി. ഹലോ അങ്കിൾ. ആ ടോണിക്ക് ഷോയിയെ അറിയാമോ? ഷോയി ചെറിയാൻ UK-യിലെ പേഴ്സണൽ ഇഞ്ചുറി ക്ലെയിം രംഗത്തെ ആദ്യ മലയാളി ബിസിനസ്സുകാരനാണ്. ആള് വലിയ പുള്ളിയാ കേട്ടോ. അലക്സ്, ചുമ്മാ കളിയാക്കാതെ. എനിവേ, നമ്മുടെ കാര്യം എന്തായി ഷോയി? അലക്സ്, ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് എന്നും സക്സസ് ആയിരിക്കും. അലക്സിന്റെ ക്ലെയിം പാസ്സായി. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അലക്സ്, എനിക്കൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. ഓക്കെ ഓക്കെ ടോണി. ആരായിരിക്കും? താനായിരുന്നു. തന്നെയാരടോ ഇതേ കയറ്റിയിരുത്തിയിരിക്കുന്നു. അത് കാണാം.
എടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ബാത്റൂമിൽ ഒന്ന് തെറ്റി വീണു. എനക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി. താൻ വിചാരിച്ച ചക്രം വല്ലതും ഒപ്പിക്കാൻ പറ്റുമോ? ശരിക്കും ഉള്ളത് തന്നെയാണോ? സത്യം പറഞ്ഞാ വീണപ്പോ പറ്റിയതല്ല. പണ്ട് ചിക്കൻ കുനിയാ വന്നതിന്റെ വേദന ബാക്കി കിടന്നതാ. വീണപ്പോ അത് ഇറക്കിയാകുന്നേ ഉള്ളൂ. ഓ, അഴയിട്ട് തന്നെ വേണമല്ലേ പണി? വേറെ ആരെയും കിട്ടിയില്ല അല്ലേ? താൻ ചെല്ലേ. ശരി ശരി, ബെസ്റ്റ് അളിയൻ. ടയറില്ല, പാളയുമില്ല, പിന്നെങ്ങനെ വാട്ടർ കോരും? ഇവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ഡഡഡണ്ട. ഓ, ഈ ആനക്കൊമ്പ് വണ്ടി ഓടിക്കണേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണോ? ആ ടോണി ഇറങ്ങും പോലെ. ഓക്കെ. വെൽക്കം ടു ബിലാത്തി മനുഷ്യൻ. താങ്ക് യു അങ്കിൾ. ആ ടോണി ഇരിക്കേ. ആ അച്ചായൻ നേരത്തെ വന്നോ? ടോണി ഇത് പോമ. പേര് കേട്ട് ഞെട്ടുവൊന്നും വേണ്ട കേട്ടോ. യഥാർത്ഥ പേര് പൊന്നമ്മ എന്നാണ്. പിന്നെ എല്ലാവരും ഒരു സ്റ്റൈലിന് വിളിച്ച് വിളിച്ച് പോമാന്നങ്ങ് ആയതേ ഉള്ളൂ. ഓ ഒന്ന് പോവച്ചായ. ആ പോമേ, ആ. ടോണിക്ക് ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്കും. വാ മോനി ടോണി. ഏയ് പൊന്നമ്മോ, ദേ എന്നെ പൊന്നമ്മ എന്ന് വിളിക്കരുത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിന്നെ പിന്നെ എന്നാടി വിളിക്കണ്ടേ? സാഹിബിന്റെ നാട്ടിൽ വന്ന് ഇറങ്ങിയത് കരുതി പൊന്നമ്മ ഭോമയാകുവോ? കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലെങ്കിൽ ചട്ടകം വെച്ച് ഞാൻ പഴിപ്പിക്കും. പൊള്ളിക്കും ഞാൻ. ആ. നീ അതിനൊക്കെ മിടുക്കിയാണെന്ന് എനിക്കറിയാം. ചുമ്മാ നല്ലടി നിന്റെ കെട്ടിയോൻ ഇട്ടിട്ട് ഓ പോയത്. അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു. തുത്തൂണിക്ക് പക്ഷിയുടെ കൂടെ ഒരു വേഷവും ഐശ്വര്യോയാണ് ഭാവം. അതെ. ആ ദീപേ, നമ്മുടെ മോളെന്തിയേ? മോളെ സുപ്രിയ. യെസ് മോം, ഞാനിവിടെ ഉണ്ട്. ആ ടോണി, ഇതാണ് എൻ്റെ മോള് സുപ്രിയ. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. ഓഹോ, നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞോ? അല്ല, ഈ Okay, ന്യൂ ജനറേഷൻ it's പിള്ളേരൊക്കെ ഇപ്പൊ ഇങ്ങനെയാണല്ലോ. ആഹാ, നിങ്ങള് നേരത്തെ മെഴുകു തുടങ്ങിയോ? ചുവന്നവെള്ളം ഒന്നും ഇല്ല അളിയാ. ശരി എടുത്തോട്ട് വാ. കണ്ടിച്ചാ വന്നിരിക്കേ, നമുക്ക് സപ്പർ കഴിക്കാം. ഇതേതായി ഈ പുതിയ അവതാരം? ആ ടോണി, ഇതാണ് ഞങ്ങൾ ഒരേ ഒരു അളിയൻ, ചാണക്കൽ ചാണ്ടി. അളിയന് ഞങ്ങളെ കാണാൻ മുട്ടിയിട്ട് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസായിക്ക് വന്നിരിക്കും. അളിയൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഇവിടെ അങ്ങ് പറയാ. ഞാൻ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണെന്ന്. എന്താ നമ്മുടെ പേര്? ഐ എം ടോണി. തോണിയായാലും കൊള്ളാം, വള്ളായാലും കൊള്ളാം, എനിക്ക് ഭാര്യയാവരുത്. അച്ചായ പോലീസാ വിളിച്ചത്. ചാണ്ടിച്ചൻ പാർക്കിൽ കിടന്ന ഏതോ മദാമയുടെ പുറകെ പോയി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓ, ഈ ചാണ്ടിച്ചനെ കൊണ്ട് ഞാൻ മടുത്തു. ഇനിയിപ്പോ അതിന്റെ പുറകെ ഞാൻ നടക്കണം. ഓ,
വന്നിട്ടുണ്ട് ആങ്ങള. എല്ലാവരും അറിഞ്ഞ ലക്ഷണ. അയ്യോ, ഇനി കടക്കപ്രതി ഉണ്ടായില്ല. പെങ്ങള് പിണങ്ങാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. ഞാൻ ആരെയും പീഡിപ്പിച്ചൊന്നുമില്ല. അതിലേ പോയപ്പോൾ ഒരെണ്ണം ഉണങ്ങാൻ ഇട്ടക്കണ കണ്ടു. അതിൻ്റെ അടുത്ത് പോയി നിന്നു. കാനായി സ്ലീപ്പ് കുത്തിയോ എന്ന് ചോദിച്ചു. അത് ഇതിന് മാത്രം വലിയ കുറ്റാവുമെന്ന് ഞാൻ അറിഞ്ഞോ? പോതയില്ലാത്ത പോലീസുകാർ. പിന്നെ ഈ പോമ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ചുമ്മാ ചവയ്ക്കണ മുത്തി അവല് കണ്ടാ വിടുവോ? അവളെന്നാന്ന് വെച്ചാൽ പറയട്ടെ. അളിയൻ വരുമ്പോ കിട്ടിക്കോളൂ. കാലക്കേട്. സുപ്രിയും ടോണിയും വളരെ പെട്ടെന്ന് തന്നെ അടുപ്പത്തിലായി. ബിലാത്തി കുന്ന്, ബിലാത്തി മാൻഷൻ. എന്താ ഈ ബിലാത്തി? പണ്ട് എന്റെ ഗ്രാൻഡ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാ. ഇംഗ്ലണ്ടിൽ നമ്മൾ മലയാളികൾ പണ്ട് പറഞ്ഞിരുന്ന പേരാണ് ബിലാത്തി. സോ എന്റെ ഗ്രാൻഡ എന്റെ വീടിന് ബിലാത്തി മാൻഷൻ പേരിട്ടു. പിന്നെ ബിലാത്തിക്കുന്നൊക്കെ ഞാനിട്ടു കേട്ടോ. ടോണി, ഈ കാട്ടുമാക്കൻ്റെ ഇടിക്ക് എന്നാ വേദനയാ. ഈ സൈസ് വേറെ ഉണ്ടോ ഈ നാട്ടില്? അയാളുടെ കാര്യമൊത്ത സങ്കടം വരും. ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു അയാളുടെ വൈഫ്. പക്ഷെ അവളെ ആരോ റേപ്പ് ചെയ്ത് കൊന്നു. അതിനുശേഷം ഡേവിഡിന് പ്രാന്തായി. എന്നെ ഡേവിഡിന് ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എനിക്ക് ഡേവിഡിനെ അറിയാം. ടോണി എന്നെ ഉപദ്രവിക്കാന്ന് ഓർത്താ ഡേവിഡ് അങ്ങനെ ചെയ്ത. എന്തായാലും കൊള്ളാം, ബെസ്റ്റ് നാട്. ഓരോ കുരുത്തക്കേടുകൾ. മോനെ ടോളി, നിനക്കിപ്പോൾ എങ്ങനെ ഉണ്ടടാ മോനെ? എന്താ ചെയ്യുന്ന ഒരു ഏനക്കേട്. ഈയിടെയായിട്ട് നിന്റെ കുരുത്തക്കേട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പോട്ടെ അച്ചായോ, അവള് മനഃപൂർവ്വം ചെയ്തതല്ലോ. അവൻ റെസ്റ്റ് എടുക്കട്ടെ, വാ നമുക്ക് പോവാം. നീന്തലറിയാത്തവരെയൊക്കെ വെള്ളത്തിൽ തള്ളിയെടുക്കാന്ന് വെച്ചാ കഷ്ടം. നീന്തൽ താരം മുങ്ങി മരിച്ചു. ഇത്രയും നാളായിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? കാലൊക്കെ വെള്ളം കുറെ കുടിച്ച് കാണും. ടോണി, ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കേ. കൊത്തി കൊത്തി ഇവൻ മുറത്തി കയറി കൊത്തി തുടങ്ങിയോ? ഇവന്റെയൊക്കെ ഒരു യോഗം. ജനിക്കുവാണ് ഈ നാട്ടിൽ തന്നെ ജനിക്കണം. ഈ ഒളിഞ്ഞുനോട്ടം പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും അല്ലേ? ഒരു നാണമില്ലാത്തവൻ. നീയൊന്ന് മനസ്സ് വെച്ചെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇയാളെ ഞാൻ താല്പര്യമില്ല, വേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും
നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. ഞാനൊരു സ്വപ്നം കണ്ടേ, ഏതാണ്ടൊക്കെ കണ്ടേ, പാളപൈത്ത് തയങ്ങോടെ. ഒന്നും എനിക്ക് തോന്നുന്നില്ല. നീ എന്നാ പറഞ്ഞേ? ഞാൻ വീഴുവെന്നോ? അവട്ടെ നിർത്തണം, ഞാൻ പറയട്ടെ. ചാണ്ടിച്ച നിങ്ങൾ എന്നെ കാണിക്കുന്നു. അളിയാ, ഓക്കെ നീ ഹാൻഡിൽ ചെയ്തു. നീ വീഴിക്കാൻ മിടുക്കനാന്നൊക്കെ എനിക്ക് അറിയാവടാ. നിക്ക് 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 അളിയാ, കേട്ടാൽ ഞെട്ടുന്ന ഒരു സത്യം പറയാനുണ്ട് എനിക്ക്. ഞെട്ടുന്ന സത്യമൊക്കെ നാളെ പറയാം. ഇപ്പൊ പോയി കിടക്കാൻ നോക്ക്. നിങ്ങക്ക് കേക്കണ്ട, പിന്നെ എനിക്കെന്നാ ചെയ്തത്? എടാ മോനെ, ഈ മുതലിനെ അവിടെ ഇടയും തട്ടുകയും മുട്ടുകയും ചെയ്യാതെ വല്ലയിടത്തും കൊണ്ടുപോയി കിടത്ത്. ഓക്കെ ഓരോ ശല്യങ്ങൾ വന്നിരിക്കുന്നു. വാ മോളെ, നമുക്ക് പോവാം. പൈസ ഉണ്ടാക്കണം മാത്രമേ ഉള്ളൂ. അച്ചായോ, നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോയെങ്കിലോ? ആ, അതിനെന്താ, നമുക്ക് പോകാമല്ലോ. അമ്മയോട് നേരിട്ട് കണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. അന്തനും അന്തി ഇരുന്ന് സൊള്ളുവാ. ശരി, അകത്ത് നടക്കുന്നത് വല്ല അറിയുന്നുണ്ടോ? നീ ഇക്കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഇപ്പം നമുക്കെല്ലാം ശരിയാവുന്നു പറഞ്ഞാൽ മതി. ശരിയാ. ശരി. അതെ, രണ്ടുപേരോടും കൂടിയായിട്ട് എനിക്കൊരു കാര്യം പറയാം. എന്താ? നീ ഈ വിവരം അറിഞ്ഞിട്ടൊന്ന് മിണ്ടിയില്ലോടെ ചാണ്ടിന്ന് പിന്നെ എന്നോട് പറഞ്ഞേക്കരുത്. എന്താ ചാണ്ടി, നീ കാര്യം പറ. നമ്മുടെ സുപ്രിയ കൊച്ചും ആ ടോണിച്ചിറക്കനും തമ്മിൽ ഇസ്മാനിഫിക്കേഷനാ. എടാ, ഇത് ഞങ്ങളിത് പണ്ടേ അറിഞ്ഞു കഴിഞ്ഞതല്ലേ. ഓ അങ്ങനെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പൊട്ടനാക്കുവാർന്ന് അല്ലേ? ആ, ഒരു കാര്യം ചെയ്യേ, നീ കൂടെ വാ. നമുക്കെല്ലാവർക്കും കൂടി ഇപ്പോൾ ഇതങ്ങ് ഉറപ്പിച്ചേക്കാമെന്നേ. അല്ലേലും ഈ ലോകത്ത് അളിയന്മാർക്ക് വിലയില്ലല്ലോ. ഇതൊന്നും ശരിയല്ല അളിയ, ശരിയല്ല. പെങ്ങളും കൂടെ കേൾക്കാനാ ഞാൻ പറഞ്ഞത്. ഈ ചാണ്ടിയുടെ ഒരു കാര്യേ. വാട്ടല്ല, വാട, നിന്റെ കോട്ടിന്റെ വാട. നീ എന്നെ വരാനും കിട്ടും. ചാണ്ടിച്ചോ, ആ ടോണിയുടെ വീട്ടിൽ പോയിട്ട് വല്ല അലമ്പം ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അളിയന്റെ വർത്താനം കേട്ടാ ഞാൻ ഏതാണ്ട് പൊതുശല്യാന്ന് തോന്നൂലോ. അളിയൻ എന്നാ ഈയിടെയായിട്ട് എന്നോടൊരു പുച്ഛം. അല്ല, ഈയിടെയായിട്ട് നിന്റെ കയ്യിലിരിപ്പും അങ്ങനെ തന്നെയാണല്ലോ. ഓ, എന്നാ ഒരു കാര്യം ചെയ്യേ, അളിയനാന്ന് പറഞ്ഞ് വട്ടനെ കൊണ്ടുപോകൂ. നിങ്ങൾ തമ്മിലാകുമ്പോൾ ചേരും. എന്നാ ഉണ്ടോ? അല്ല, നിന്നേക്കാളും ഭേദം ഈ വട്ടം തന്നെയാ. ദേ, എന്റെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടോ. No, I'm talking to my alien. Man, hippie. ചാണ്ടിച്ചാ വേണ്ട, അവനോട് കളിക്കണ്ട. No. No. Please. David, please. No, David. മരണത്തെ മുഖാമുഖം കണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ അളിയാ. ഇത് കണക്കായിപ്പോയി. ഇത് ഞാൻ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ചാണക്കച്ചാണ്ടിയെ കൊല്ലാൻ പലരും നോക്കിയിട്ടുള്ളതാ. പോടാ ഓട്ടാ. ഒന്നങ്ങ് ഞെക്കാം. ആരാ? മനസ്സിലായില്ല. ഞാൻ ചാണ്ടി, ചാണക്കച്ചാണ്ടി. കേട്ടിട്ടില്ലേ? ഇല്ല, എന്താ കാര്യം? ഞാനൊരു വിവാഹാലോചനയായിട്ട് വന്നതാണ്. ഞാനൊരു ദിവസം തനിച്ചു വരാം. എൻ്റെ നാട്ടിലെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു. 9447600003. പിന്നെ കിട്ടിയില്ല, ഒരു 0 കൂടിട്ടു. ആ, അലക്സ് ചായോ, വാ അകത്ത് വാ. ഇതന്നെ അവിടെ തന്നെ നിൽക്കുന്നു. മൈ പെങ്ങൾ, മൈ അളിയൻ. ഇരിക്കി.
ആ എൽസമ്മേ, ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ അല്ലേ? ആ ടോണിയെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ വന്നത്? അതിപ്പം ഇന്നത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ അവന് ചെറിയ അബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. ആ അങ്ങനെ അങ്ങ് പറഞ്ഞു കളഞ്ഞ എങ്ങനെയാളിയാ? ഈ കേസിലൊക്കെ പെടുക എന്ന് പറഞ്ഞാ അത്ര ചില്ലറ കാര്യ? ക്യാൻ ഐ ഗോ ടു മുൾ? കേട്ടോ എൽസമ്മേ, അവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് പ്രധാനം. പിന്നെ മറ്റുള്ളവരെന്താ പറയുന്നതെന്നൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഹായ് അങ്കിൾ, ഹായ് ആന്റി. ഹാ, മോളെന്ത് പറയുന്നു? ഐ എം സോ എക്സൈറ്റഡ്. എനിവേ, നിങ്ങളിനി എന്നാ അങ്ങോട്ടിറങ്ങുന്നത്? അടുത്ത ആഴ്ച ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം അച്ചായോ. ഡേറ്റ് ഞാൻ പിന്നെ പറയാം. ശരി ശരി ശരി. എൽസമ്മേ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കല്യാണം ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ അങ്ങ് നടത്താം. എന്താ? ഹാ, എന്ന് പറഞ്ഞ എങ്ങനെയാളിയാ? കൊച്ചൻ്റെ അമ്മാവനാ ഞാൻ അറിയാതാണോ കല്യാണം ഉറപ്പിക്കുന്നത്? ആ ഇത് നല്ല കൂത്ത്. ഹ, കൊള്ളാം കൊള്ളാം. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. വാ നമുക്ക് പോവാം. അപ്പോൾ എൽസമ്മേ, എല്ലാം പറഞ്ഞതുപോലെ. ശരി. ശരി ശരി എൽസമ്മേ. അളിയാ കാപ്പി കുടിച്ചില്ല? ആ, തന്നെ എഴുതി കുടിച്ചോ. മാരണം. എൻ്റെ ഫോൺ നമ്പർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചേക്കാം. അക്സെപ്റ്റ് ചെയ്യണം. പോകുക, ഇല്ല പിന്നെ നടന്നു പോകേണ്ട വരും. പക്ഷേ ആ വിവാഹം നടന്നില്ല. എന്തു പറ്റി? അവൻ്റെ വിവാഹത്തിന് ബന്ധുക്കളെ ക്ഷണിക്കുന്നതിനായി അവൻ ലണ്ടനിൽ പോയതായിരുന്നു. അവിടെ വച്ചൊരു ആക്സിഡൻറ്റിൽ അവൻ മരിച്ചു. ഓ, ആ സംഭവം ഞങ്ങളെ ആകെ മാനസികമായി തകർത്തു. ഞങ്ങൾ പിന്നെ ആ പഴയ വീട് വിട്ടിട്ട് ഇങ്ങോട്ട് താമസം മാറി. മനുഷ്യരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളിൽ എത്ര പേർ നാളെ ഉണ്ടാവുമെന്ന് സാക്ഷാൽ ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങളൊക്കെ ഒരേ പ്രായക്കാരല്ലേ? മോന് പറ്റുമെങ്കിൽ എൻ്റെ മോളെ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഐ വിൽ ട്രൈ അങ്കിൾ. ശരി. ഓക്കെ. മോളെ, ഇത് ബോബി, ഇതെൻ്റെ മകൾ സുപ്രിയ. ഇന്നലെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഹായ്. ഹായ്. മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. ഇതാരാ അലറി കരയുന്നത്? അത് ഡേവിഡാ. അവന്റെ കഥയറിഞ്ഞാൽ സങ്കടം വരും. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു അവന്റെ ഭാര്യ. വെള്ളാരം കണ്ണുകളും സ്വർണ്ണ മുടിയും ചോക്ലേറ്റിന്റെ നിറമുള്ള ഒരു സ്കോട്ടിഷ് സുന്ദരി. പക്ഷെ അവരുടെ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരിക്കൽ ഈ മല കയറി വന്ന ഒരു ദുഷ്ടൻ അവളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് താഴ്വാരത്തെ പാറയിടുക്കി തള്ളി. അവളുടെ മരണം അയാളൊരു മുഴുവൻ ഭ്രാന്തനാക്കി. കുറേ നാൾ ഹോസ്പിറ്റലായിരുന്നു. ഈ അടുത്ത കാലത്താണ് വന്നേ. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിനെ അലട്ടുമ്പോൾ ഇങ്ങനെ അലറിക്കരയും. പാവം. മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ളവരങ്ങനെ. അവരുടെ സ്നേഹത്തെ മറയ്ക്കാൻ കാലത്തിന് പോലും കഴിയില്ല. അതുപോലെ വിശുദ്ധമായി പ്രണയിക്കാൻ കഴിയുക അതൊരു ഭാഗ്യമാണ്. സുപ്രിയ, ബോബിക്ക് സ്പാനിഷ് അറിയാന്നല്ലേ പറഞ്ഞേ? യാ. എൻ്റെ ഒരു ഷെല്ലുണ്ട്, അതിൽ സ്പാനിഷ് വേർഡൊന്ന് പറഞ്ഞു തരുമോ? അതിനെന്നാ? കം.
ഇവിടെ വെയിറ്റ്. ഇത് നമ്മുടെ ടോണി അല്ലേ? ടോണി അറിയോ? ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ? നിങ്ങൾ പറഞ്ഞ ടോണി ഇവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ മരിച്ച കാര്യം കഴിഞ്ഞ മാസമാണ് ഞാൻ അറിയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ വാസ് ഷോക്ക്ഡ്. ഹി വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. എങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സുപ്രിയയ്ക്ക് വിഷമം തോന്നരുത്. ടോണി എനിക്ക് നന്നായി അറിയാമെന്നുള്ളതുകൊണ്ട് പറയുക. അവനൊരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. What do you mean? I don't believe it. ഞാൻ പറഞ്ഞത് സത്യമാ. അവനൊരു പെണ്ണിനെ കെട്ടാവെന്ന് പറഞ്ഞ് പറ്റിച്ചവനാ. No. Don't say that. സുപ്രിയ, ഐ എം സോറി. ഞാൻ ഇന്നലെ സുപ്രിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് ടോണിയും ആ പെൺകുട്ടിയും നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. അവളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന അവളുടെ ഡാഡിക്ക് ക്യാൻസറും പിടിച്ചു. അവളുടെ പ്രേമത്തെക്കുറിച്ച് ഡാഡി അറിഞ്ഞപ്പോൾ മോക്ക് തണലായി മറ്റൊരാൾ ഉണ്ടല്ലോ എന്നോർത്ത് ആ പാവം ആശ്വസിച്ചു. പക്ഷേ പപ്പയുടെ ക്യാൻസർ എന്നെ ആകെ തളർത്തി. പപ്പ മരിച്ചാൽ എനിക്ക് ആരുമില്ല. പപ്പയാണ് എൻ്റെ എല്ലാം. നീ പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ പപ്പയോട് സംസാരിക്കും. You enjoy. താങ്ക് യു അങ്കിൾ. മോനെ ടോണി, എന്നെ പോലെ മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ മോളെ കെട്ടാൻ മോന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? പപ്പയ്ക്ക് എന്റെ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ല. ഇനി അവർ എതിർത്താൽ തന്നെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്റെ മോളോടൊത്ത് കഴിയാൻ എനിക്ക് ഒരുപാട് കൊതി തോന്നുന്നു. ഡാഡി, you okay? I'm okay. It's okay. ഡാഡി, ഇരുന്നോളൂ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ? അതെ, എമിലി പറഞ്ഞ് എനിക്കറിയാം. ടോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഏതൊക്കെയായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. എൻ്റെ അവസ്ഥ അറിയാമല്ലോ.
എത്രയും പെട്ടെന്ന് ഇത് നടന്നു കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ 8 നോമ്പിന് ശേഷം നമുക്കിതങ്ങ് നടത്താം. അങ്ങനെയാവട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്പം ധൃതിയിലാണ്. വളരെ സന്തോഷം. ഞാനിപ്പോ വരും ഡാഡി. ആടി പൊളിയടാ, നമ്മുടെ പല്ലിക്ക് പറ്റും. ഇതാരാടാ? ഹലോ ബോബി, ടോണി എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഡാഡിയുടെ ചികിത്സയ്ക്കായി നാളെ ഞങ്ങൾ നാട്ടിൽ പോകുക. പോകുന്നതിന് മുമ്പ് ഡാഡിക്ക് ടോണിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ടോണിയോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ ബൈ. എമിലിയ, അവനെ പെണ്ണിനെ പറഞ്ഞ് പറ്റിക്കുവാടാ. ഡാ, ഈ മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് പെമ്പിള്ളേര് പ്രേമിക്കാൻ പോയാ ഇങ്ങനെ ഇരിക്കും. പോടാ, വെറുതെ വിടറാ. ടോണി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. സാരമില്ല മോളെ, ചിലപ്പോൾ അവൻ തിരക്കിലായിരിക്കും. ജെന്നിഫർ ലോപ്പസേ, നമുക്ക് ജെന്നിഫർ ലോപ്പസിനെ ഒന്ന് മുട്ടി നോക്കിയാലാ? മുട്ട് നിനക്കാവുമ്പോ നല്ലോണം കിട്ടും. കിട്ടിയേലല്ലേ? എടാ ബോബി, എന്നെ മസിലടാ ബോബി നിനക്ക്. ബ്രോ ഫോൺ അടിക്കുന്നടാ ഇവന. ഇത് ഫോൺ അതും വേണ്ട. എന്നാ പിടിച്ചോ. ഹലോ എമിലി, എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നത്? രാവിലെ. ഓ, ആ വള്ളിക്കെട്ട് വീണ്ടും വന്ന. ഏടാ, ഈ ടോണിക്ക് വേറെ പണിയൊന്നുമില്ലേ? കണ്ട അലുക്കുലുത്തുകളൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ. പ്രേമിക്കുന്നു അവൻ വെറൂടായിപ്പല്ലേ. ആ പെണ്ണിന്റെ ജീവിതം നായ നക്കി. ഓ, ഡാഡിക്കിപ്പോ എങ്ങനെയുണ്ട്? ഡാഡി നാട്ടിൽ വെച്ച് മരിച്ചു. ഓ, ഐ എം റിയലി സോറി. ഡാഡി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ടോണിയെ കുറിച്ച് അന്വേഷിച്ചു. ഇനി ഞാൻ തിരിച്ചു വരുന്നില്ലെന്ന് കരുതിയതാ. പക്ഷെ ഡാഡിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇവിടം വിട്ട് അവിടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിവേ, ഞാൻ ടോണിക്ക് കൊടുക്കാം. ഓക്കെ. ഡാ ടോണി, ഡാ എമിലി വിളിക്കുന്നു. ഓ, ആ ചവർ വീണ്ടും വന്നോ? അവിടുത്തെ പോയി ചാവാൻ പറ. ചതിയൻ ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു. ആ ശ്രീസുകുട്ടിയെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഡ്യൂട്ടിയൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ, ഞാനിവിടൊക്കെ ഉണ്ടേ. ഒന്ന് കാണണം കേട്ടോ. വേഗം വാടാ, പ്രോഗ്രാം തുടങ്ങാറായി. എമിലിയുടെ പാട്ടുള്ളതാ, പെട്ടെന്ന് വാ. കണ്ടില്ല.
കരയില്ല. വിരഹത്തിൻ തീച്ചുളയെരിയുമ്പോൾ മഞ്ഞിന്റെ മാറാപ്പിൽ മരതകം തേടുമി മർത്യ സ്വപ്നത്തിൻ തടവറയിൽ. മഞ്ഞിന്റെ മാറാപ്പിൽ മരതകം തേടുമി മർത്യ സ്വപ്നത്തിൻ തടവറയിൽ. കരയില്ല ഞാനിനി കരയില്ല. വിരഹത്തിൻ തീച്ചുളയെരിയുമ്പോൾ ചോറുണ്ട് ചക്കര പായസം ഏറെ നുകർന്നതാം കാലം മറന്നു. തോടിയിലെ കിണറിൻ കരയിലെ മാവിൻ്റെ മധുര കനിയും മറന്നു. ചേമ്പിലത്താളിൻ മഴത്തുള്ളിച്ചെപ്പിൽ മനസ്സിലെ മോഹങ്ങൾ തളിരിട്ടു. അന്ന് ഞാലിപ്പൂവൻ വാഴക്കൂമ്പിൻ ഇതളുകൾ തന്നെൻ്റെ ഹൃദയം നീ കവർന്നില്ലേ. എൻ്റെ ഹൃദയം നീ കവർന്നില്ലേ. കരയില്ല ഞാനിനി കരയില്ല. വിരഹത്തിൻ തീച്ചുളയെരിയുമ്പോൾ മധുരിക്കും ഓർമ്മകൾ ഏറെ നുകർന്നതാം കാലം മറഞ്ഞു. ഉള്ളിലെ വിരഹത്തിൻ മനസ്സിൽ നാം വിട്ട മധുര സ്വരവും മറഞ്ഞു. നിലതെറ്റിയൊഴുകും ജീവിതചര്യയിൽ ശിഥിലമായി ബന്ധങ്ങൾ വിലങ്ങിട്ടു. ഇന്ന് നഗരപ്രാന്തം നിശയിലലിഞ്ഞു. അഭയാർത്തി ജീവന്റെ തേങ്ങൽ നീ കേൾക്കുകില്ലേ. തേങ്ങൽ നീ കേൾക്കുകില്ലേ. കരയില്ല ഞാനിനി കരയില്ല. വിരഹത്തിൻ തീച്ചുളയെരിയുമ്പോൾ മഞ്ഞിന്റെ മാറാപ്പിൽ മരതകം തേടുമി മർത്യ സ്വപ്നത്തിൻ തടവറയിൽ. മഞ്ഞിന്റെ മാറാപ്പിൽ മരതകം തേടുമി മർത്യ സ്വപ്നത്തിൻ തടവറയിൽ. കരയില്ല ഞാനിനി കരയില്ല. വിരഹത്തിൻ തീച്ചുളയെരിയുമ്പോൾ അതിനുശേഷം ഞാൻ എമിലിയെ കണ്ടിട്ടേയില്ല. ഈ ഒരു അവസ്ഥയിൽ ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല. എങ്കിലും ചോദിക്കുക. സുപ്രിയയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കണ്ടുള്ള സഹതാപം കൊണ്ടല്ല, ആത്മാർത്ഥത കൊണ്ട് ചോദിക്കുക. ഞാൻ സുപ്രിയ വിവാഹം കഴിച്ചോട്ടെ? ഞാൻ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ. ഐ അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്നൊരു മറുപടി വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.
Take your time. Supriya. Wow. I love this music. Nice music. Where did you learn this from? കുട്ടിക്കാലത്ത് പഠിച്ചതാ. Wow. This music takes me back to my school days. ഞാൻ അവളെ ഇപ്പോഴും ഓർക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. അവളുടെ കയ്യിലെ കൊച്ചു മൗത്ത് ഓർഗനിൽ വിരിയുന്ന സംഗീതം പോലെ നിർമ്മലമായിരുന്നു അവളുടെ മനസ്സും. എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സൗഹൃദം അധികനാൾ നീണ്ടു നിന്നില്ല. ഒരു മധ്യവേനൽ അവധിക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് അവളുടെ പേരൻസ് അവളെ ദൂരെയുള്ള ഏതോ സ്കൂളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അവളുണ്ട്. അവളുടെ സംഗീതവുമുണ്ട്. പട്ടണം പ്രണയത്തേനൊഴുകും മനസ്സിൽ നുരനുരയായി മഞ്ഞു പുണരുമീ താഴ്വാരത്തിൽ പ്രണയ നിമിഷ താളങ്ങളിൽ ഒന്നായാലിയാൻ വരൂ 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 പ്രിയേ ഒരു ബിലാത്തി പ്രണയം കളമായൊഴുകുന്നൊരു പുഴയുടെ നാദം നിരനിരയായി പെയ്യുന്നൊരു മഞ്ഞിൻ നാദം കളകളമായൊഴുകുന്നൊരു പുഴയുടെ നാദം നിരനിരയായി പെയ്യുന്നൊരു മഞ്ഞിൻ നാദം നിന്നിട നെഞ്ചിൽ കുടികൊട്ടും പ്രണയത്തിൻ ആദ്രഗീതം ഇഴ ചേർന്നൊന്നലിയാമി താഴ്വാരം മൂകസാക്ഷിയാ ഒരു ബിലാത്തി പ്രണയം
ശിശിരത്തിൽ ചെറുകിളി പാടി അലയലയായി തിരതല്ലും കടലത് മൂളി ഈല പൊഴിയും ശിശിരത്തിൽ ചെറുകിളി പാടി അലയലയായി തിരതല്ലും കടലത് മൂളി എന്നകതാരിൽ മിഴിതൂകും പ്രണയത്തിൻ സ്നേഹഗീതം ഇണ ചേർന്നൊന്നലിയാമി പുഴയോരം മൂകസാക്ഷിയാ ഒരു വില്ലാത്തി പട്ടണം പ്രണയത്തേനൊഴുകും മനസ്സിൽ നുരനുരയായി മഞ്ഞു പുണരുമീ താഴ്വാരത്തിൽ പ്രണയ നിമിഷ താളങ്ങളിൽ ഒന്നായാലിയാൻ വരൂ 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 പ്രിയേ ഒരു മില്ലാത്തി പ്രണയം ഏതായാലും ബോബിയും സുപ്രിയയും തമ്മിൽ സ്നേഹത്തിലായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്തിയേക്കാം. അതെ. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ മോടെ സന്തോഷം വീണ്ടും കാണാൻ കഴിഞ്ഞില്ലേ? അതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയല്ലേ? അവളുടെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട് അവൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന്. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ബോബി. ഐ എം ഷുവർ ഇഫ് നോട്ട് ഹിം ഷീ ഷുഡ് ബി ഇൻ ഡിപ്രഷൻ. യെസ്, യു ആർ റൈറ്റ്. ആഹാ, മോൾ ഇതെവിടെയായിരുന്നു? ഞാനിത് എത്ര പ്രാവശ്യം വിളിച്ച്. ഞാൻ ബോബിനെ കൂടെ കമ്പനി വരെ പോയതായിരുന്നു. അവൻ എന്നാ കൊച്ചുകുട്ടിയാ. രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് അടുത്ത് വന്നേ. പറ, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞങ്ങളായിട്ട് എതിര് നിൽക്കുന്നില്ല. നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തിയേക്കാം. എന്താ പോരെ? വാ, രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കേ. ഇവിടെ വന്നിരിക്കേ. മോളെ ബോബിക്ക് എടുത്ത് കൊടുക്ക്. കമ്പനിയിൽ ഇന്നൊരു അസിസ്റ്റന്റ് മാനേജർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ കമ്പനിയിലൊക്കെ പോയിട്ട് കുറെ നാളായി. എന്നാ നീ നാളെ വാ, എനിക്കൊരു കമ്പനി ആവുമല്ലോ. നീ കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തെ. അവിടെ മുമ്പ് ഒരു പയ്യൻ ജോലി ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ഒരു അങ്കിള് പറഞ്ഞിട്ടാ പുള്ളിക്കാരന് ജോലി കൊടുത്തേ. ജോലിക്ക് കയറിയപ്പോൾ അവന്റെ സ്വഭാവം മാറി. അവനെന്നെ പ്രേമിക്കണമെന്ന് പോലും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ കമ്പനിയിൽ ഒരു മോഷണം നടത്തി. ഞാനും ഡാഡി അവനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പിന്നെ അവനെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല. അവന്റെ പേര് ചാർലി എന്നോ മറ്റാണെന്ന് തോന്നുന്നു. ചാർലി? അവനെ കാണാത്തില്ല. നിനക്ക് വല്ല ദുഃഖമുണ്ടോ? ആഹാ. മാത്യൂസ് അങ്കിൾ വന്നല്ലോ. ഇന്നിനിപ്പോ ഇവിടെ അടിച്ചുവിളിയായിരിക്കും. നമുക്ക് പിന്നെ കാണാം. അതെന്തു പറ്റി? വരുന്നില്ലേ? നമുക്ക് പിന്നെ കാണാം. ഈ ബോബിക്ക് എന്തു പറ്റി? നിങ്ങൾ ആള് കൊള്ളാം. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. സുഹൃത്തുക്കൾ പറഞ്ഞു വേണം ഞാൻ അറിയാനല്ലേ. സത്യം പറഞ്ഞ മാത്യൂസിനോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ തിരക്കിനിടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി. ആട്ടെ, മാത്യൂസ് എന്ന ഹോളിഡേ കഴിഞ്ഞ് വെനീസിൽ നിന്ന് വന്നത്? ഇന്നലെ. അടിപൊളിയായിരുന്നു, തകർത്തു. ആ, എന്നിട്ട് പറഞ്ഞ പോലെ നമ്മുടെ സുപ്രിയമ്മയുടെ ചെറുക്കനാരാ? ചെറുക്കനിവിടെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പയ്യനാ. പേര് ബോബി. ആര്? ബോബിയോ? അപ്പോ അവനെ തന്നെയാ നീ പുറത്തു വിട്ടല്ലേ?
തനിക്കെങ്ങനെ ബോബിയെ അറിയാം? അവൻ എനിക്ക് നേരത്തെ ലണ്ടനിൽ വെച്ച് അറിയാം. അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ജയിലിൽ കിടന്നവനൊക്കെയാണോ നമ്മുടെ സുപ്രിയമോളെ കെട്ടിക്കുന്നത്? ആര്? ബോബിയോ? പിന്നല്ലാതെ അവന്റെ വക്കീൽ എന്റെ സുഹൃത്തായിരുന്നു. അപ്പൊ അവൻ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നല്ലേ? ഫ്രോഡ്. അച്ഛൻ ഇരിക്കും അവിടെ, വിഷമിക്കണ്ട. കാണിച്ചു കൊടുക്കാം. ഞാൻ അവനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. റിലാക്സ്. ഞാൻ പോയിട്ട് വരാം. നിൽക്കവിടെ. അങ്കിൾ. ഓട്. നീ എന്റെ മോളെ ചതിക്കുകയായിരുന്നു അല്ലേടാ? നോ. മാത്യൂസ് എന്നോടെല്ലാം പറഞ്ഞടാ. നീ ഇതുപോലൊരു വഞ്ചകനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്കിൾ. മിണ്ടിപ്പോകരുത്. നീ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. എന്റെ കൺമുമ്പിൽ ഇനി കണ്ടുപോകരുത്. Get lost. Bobby, Bobby, please, please wait. Bobby. എന്നോടെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ? പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ പിന്നെ തോന്നി വേണ്ടാന്ന്. പറഞ്ഞാൽ അതൊരു പക്ഷേ നിനക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. പിടിച്ചു നിൽക്കാൻ മറ്റു വഴിയില്ലായിരുന്നപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. കയ്യിൽ ദാരിദ്ര്യവും കുറേ പ്രാരാബ്ദങ്ങളുമായി UK സ്റ്റുഡൻറ് വിസയിൽ വന്നവരായിരുന്നു ഞാനും ജിക്കുവും പിന്നെ നെൽസണും. ലണ്ടനിലെ പുതിയ മായിക ലോകം ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അവിടെ എനിക്ക് പ്രിയപ്പെട്ടവളായി എൻ്റെ മീരയും ഉണ്ടായിരുന്നു. നീ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ മീര വിളിച്ചിട്ട് പോരുകയായിരുന്നു. നീ ഇങ്ങനെ മീരയുടെ പുറകെ നടന്നോ? യൂസഫ് എപ്പോൾ ലാൻഡ് ചെയ്തു? ഞാൻ ഇന്നലെ എത്തിയടാ. എങ്ങനെ അടിച്ചു പൊളിച്ചോ? ഇന്നലെ സ്കോട്ട്ലൻഡിലായിരുന്നടാ. ചുവന്ന ചുണ്ടുകളുള്ള വെള്ള മാലാഖമാർക്കൊപ്പം അങ്ങനെ പാറിപ്പറന്നു. നീ തന്നെ എൻ്റെ ദൈവം. ഇവിടെ ദാഹിച്ച് ഭണ്ഡാരം ഉണങ്ങി നിൽക്കുക. എടാ ഒന്ന് മുട്ടിച്ചതാടാ. നീ എന്നാലും ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നു? പോക്കറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ ലണ്ടൻ നഗരത്തിൽ എന്താ നമുക്ക് സാധിക്കാൻ പറ്റാ? മഞ്ചേരി മുഹമ്മദ് സാഹിബിന്റെ കോടികൾ മുടിപ്പിക്കാനുണ്ടായ ഒരു മകൻ. ഒലക്കയുടെ മൂട്. വാപ്പ പച്ചനോട്ടടിക്കാൻ്റെ പുറത്താണ് കിടക്കണമെന്ന് വെച്ചേ ഒരു കാര്യമില്ല. വെറും പാഴ് താരി പെറുക്കി. പിന്നെ നമ്മളൊരല്പം സ്വല്പം തരക്കിടെയൊക്കെ കാണിച്ചു പോകുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നീ പുലിയാണല്ലേ? Hi, sweetie. Oh dear, don't worry.
I'll be there in a minute. Sure. Thank you. ആരാ? ഒരു പാവം, ഒരു വഴിതെറ്റിപ്പോയ കുഞ്ഞാണ്. ഓക്കെ ബോയ്സ്, സീ യു ലേറ്റർ. ബൈ. ഓക്കെ ഓക്കേടാ. ഭാഗ്യവാൻ. സാരമില്ലടാ പല്ലി, നമുക്കും സംഘടിപ്പിക്കാൻ വരണം. എവിടെന്ന് ഒരു സിഗരറ്റ് മേടിക്കണ വല്ലവനോട് ഇരക്കണം. പിന്നെയാ ഒരു പെണ്ണിനെ മേയ്ക്കണ കാര്യം. ചുമ്മാ വെള്ളമിറക്കാൻ തന്നെ വിധി. മുട്ടിയിട്ട് വന്നു പന്നി. മുട്ടിയിട്ട് തന്നെ ആടേ വന്നത്. ഞങ്ങൾ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അടുക്കളയിൽ? ഒരു ഒലക്ക പിടിങ്ങി വെച്ചിട്ടുണ്ട്. പോയി കേട്ട് ചെല്ലേ. ഇത്തവണത്തെ അസോസിയേഷന്റെ ഗാനമേളയ്ക്ക് വരുന്നുണ്ടോ? അതോ അന്ന് ഫ്രണ്ട്സിന്റെ കൂടെ മുങ്ങാനിരിക്കുവാണോ? ഷുവർ, ഇത്തവണ ഞാൻ ഉണ്ടാവും. ബോബിക്ക് ഓർമ്മയുണ്ടോ? 2 വർഷം മുൻപേ ഇതുപോലത്തെ ഒരു പരിപാടിക്കാ നമ്മൾ ആദ്യമായി കാണുന്നത്. ഓ, അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ആദ്യമായി ഹൃദയത്തിൽ പ്രേമം തോന്നിയ നിമിഷം, അതൊക്കെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ആ നെൽസ പറയടാ. എവിടാടാ? ആ നായരി പെണ്ണായിട്ട് ചുറ്റി നടക്കായിരിക്കും. ഹേ ഇല്ലടാ. എടാ ഒരു പ്രശ്നമുണ്ട്, നീ വേഗം വരണം. ഞാനിപ്പോ തന്നെ വരാം. ബൈ. നമുക്കേ വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ബൈ. എടാ ബോബി, എനിക്ക് നാട്ടില് കൊട്ടാരം പോലത്തെ ഒരു വീട് പണിയണം. എന്നിട്ട് ഒരു രാജകുമാരനെയും കെട്ടി. കിട്ടും കിട്ടും. ഓടിച്ചെല്ല്, നിന്നെയും കാത്ത് ബസ് സ്റ്റാൻഡ് മണി കാത്തിരിപ്പുണ്ട്. ഒന്ന് പോടാപ്പാ നീ. നീയൊക്കെ ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്ന കോളേജിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. കോളേജിന്റെ ലൈസൻസ് പോയളിയാ. ഇത് ഇംഗ്ലീഷാണല്ല, പല്ലിയൊന്ന് വായിച്ചടാ. അപ്പോ അരിയും മണ്ണെണ്ണയും. ഇനി ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ. ആ ഏജന്റിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. അയാൾ വിചാരിച്ച എത്ര വർക്ക് വിസ വേണമെങ്കിലും കിട്ടും. ഒന്നുമില്ലല്ലോ ഇങ്ങോട്ട് വരാൻ വേണ്ടി എത്ര കാശ് അയാളെ വായിലേക്ക് നമ്മൾ തള്ളി കയറ്റിയത്. എന്തായാലും നാളെ നമുക്കൊന്ന് പോയി മുട്ടി നോക്കാം. എങ്കിൽ പിന്നെ എങ്ങനെയാ നോക്കടാ. സർ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് വിസ ശരിയാക്കി തരണം. ഇപ്പൊ ചെയ്യുന്ന 10 മണിക്കൂർ കൊണ്ട് എനിക്ക് റെന്റിന് പോലും തികയുന്നില്ല. എന്നെ കൂടെ എടാ. മീരയുടെ കണ്ണുകൾ കാണാൻ ഭയങ്കര തുടങ്ങി. അവൻ തൊലിപ്പീര് തുടങ്ങി. കൊളാക്കി. സർ പ്ലീസ് വെയിറ്റ്. ആ ഞാൻ പറഞ്ഞ പണത്തിന്റെ കാര്യം എന്തായി? സർ, എന്റെ കയ്യിൽ എത്ര പണമൊന്നും ഇല്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ? എങ്കിലൊരു വഴിയുണ്ട്. നീ നമ്മുടെ സ്വന്തം ആളല്ലേ, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എനിക്ക്. നിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ ഞാൻ പിന്നെ വരാം. നിന്റെ വിസ ഞാൻ തന്നെ അടിക്കും മോളെ. ഓക്കെ. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും 15,000 പൗണ്ട് വെച്ച് കൊണ്ടുപോവാ. ഞാൻ നിങ്ങൾക്ക് വർക്ക് വിസ ശരിയാക്കി തരാം. സർ പ്ലീസ്. വാടാ പോടാ. സ്വർണ്ണ കണ്ണടയും വെച്ചിരിക്കണ തെണ്ടി. ഓയ്, ഒറ്റ പെണ്ണിനെ അയാൾ വെറുതെ വിടൂല. ഇങ്ങനെയുണ്ടോ ഒരാക്രാന്തം? ചുമ്മാ ഒലിപ്പിച്ചിട്ട് പോട്ടേന്നേ, നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. വിസ കിട്ടിക്കഴിഞ്ഞ പിന്നെ അയാൾ ആരും മൈൻഡ് ചെയ്യുന്നു. നീ വിട്ടോടി, അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കാം. ബൈ ബൈ. മാത്യൂസേ,
നിങ്ങൾ ആ പിള്ളേർക്ക് ഇപ്പോഴൊന്നും വിസ ശരിയാക്കി കൊടുക്കരുത് കേട്ടോ. എനിക്കവരെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ആവശ്യമോ? തനിക്കെന്തൊരു ആവശ്യമുള്ളൂ? അതൊന്നും താനറിയണ്ട. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്കെന്താ തടയും? നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന നല്ല തൂവെള്ള മാലാഹമാരെ ഞാൻ ഒപ്പിച്ചു തരും. എന്താ പോരെ? ഉറപ്പാണോ? ഭാര്യ അറിയല്ലേ? അയ്യടാ, കാര്യം നടക്കുകയും വേണം, ഭാര്യ അറിയാനും പാടില്ല. പിന്നെ എന്തിനാ ഈ കോൺസ്റ്റിപ്പേഷനുമായിട്ട് നടക്കുന്നത്? ഓഹോ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോവാം. ഓക്കെ? ആ, പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെ. അത് ഞാൻ ഏറ്റു. നമ്മളിങ്ങനെ അണ്ടി പോയ അണ്ണാനെ പോലെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 1-2 രൂപയല്ല, 10,000 പൗണ്ടാ. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ഹായ്. ആ, ആരിത്? യൂസുഫ് ഭായിയാ? യൂസുഫ് ഭായ് എന്താടാ? ഹായ്. എന്തുണ്ട്? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാ പോയി. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എന്തു പറ്റി? ഞങ്ങളുടെ വിസയുടെ കാര്യം. ഓ എടാ യൂസഫേ, 15,000 പൗണ്ട് വേണം ഞങ്ങൾക്ക് വിസ അടിച്ചു കിട്ടാൻ. നീ വലിയ പുള്ളിയല്ലേ, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടാ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നിന്നെപ്പോലെ മുട്ടയെന്ന് വിരിയാത്ത പയ്യന്മാർക്ക് ഇതൊക്കെ പറ്റുമോന്നാ. എന്നാന്ന് വെച്ചാ പറ, കേക്കട്ടെ. കേൾക്കുമ്പോൾ വല്ല കാര്യമായിട്ടൊക്കെ തോന്നും, പക്ഷെ സംഭവം സിമ്പിളാ. നിങ്ങളുടെ വീട്ടിൽ കനാബീസ് വളർത്തണം. നമ്മുടെ എന്ത് പേടിച്ചു പോയ? ഇതാ ഞാൻ പറഞ്ഞ, നീയൊന്നും മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ റെഡിയാണെങ്കിൽ പറ, നാളെ തന്നെ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞ് കാര്യം ശരിയാക്കാം. ബോബിക്കും സൈമനും ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുക്കണ്ടേ? ജിക്കുവിന് അവൻ്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചയക്കണ്ടേ? കഞ്ചാവോ? എടാ നെൽസ, നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടേ പറ. എന്നാ നീ നാടാ 15,000 പൗണ്ട്. ഓരോരുത്തർ ഓരോ സഹായമായിട്ട് വരുമ്പം നീ ഇപ്പം ഉടക്കാൻ നിൽക്കല്ലേ ബോബി? ഒന്നും ആകാതെ തിരിച്ച് നാട്ടിലേക്ക് കയറി പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേ, നിങ്ങൾ റെഡിയാണെങ്കിൽ പറ, ഞാനിതെൻ്റെ ബോസിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ശരിയാക്കാം. പോലീസ് പൊക്കിയ? എന്തോന്നു പോലീസ്? ഇതൊക്കെ നമ്മുടെ പിള്ളേർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. എനിവേ, നാളെ നമ്മളെല്ലാവരും കൂടെ പോയി യൂസഫിൻ്റെ ബോസിനെ കാണുന്നു. എന്തു പറയുന്നു ജിക്കു? ആ, ബോസെങ്കിൽ ബോസ്, ഏത് ഓത്താഴത്തേക്കെങ്കിലും പോകാം. ആ, നെൽസൺ, ബോബി, ജിക്കു. എടാ, എല്ലാം മന്ത്രവാദിയാണാ? മിണ്ടാതിരിയടാ. ഈ ബിസിനസിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ആൻഡ്രൂസിന്റെ ബിസിനസ് ഡേർട്ടി ബിസിനസ്സാണ്. ആൻഡ്രൂസ് കണ്ണിൽ നോക്കി പറഞ്ഞതിനും കാതിൽ പതിഞ്ഞതിനും പിന്നെ മാറ്റമില്ല. ഡീൽ ഓർ നോ ഡീൽ. ശരിയാ നടപടി.
ഇരിക്കടാ ചിക്കു. ഡാ. ഡീൽ. ബ്രോസ്, അയാൾ പറഞ്ഞ പോലെ ഒറ്റയടി കാശുണ്ടാക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. ഞാൻ റെഡി. ഇങ്ങനെ നിങ്ങൾ ഉടാപ്പില്ലാണ്ട് കാര്യം നടക്കില്ല. നീ എന്താ ടോണി ഒന്നും മിണ്ടാത്തേ? അവൻ മിണ്ടുന്നതിന് മുമ്പ് ഈ വീട് അവൻ്റെ പേരിലാണെന്നുള്ള കാര്യം നീ മറക്കരുത്. എന്തെങ്കിലും പണി വന്നാൽ പോലീസ് ആദ്യം പൊക്കാൻ പോകുന്നത് എന്നെയാ. ആ എടാ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ടോണി, നീ അതോർത്ത് പേടിക്കണ്ട. നിനക്കൊരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞതേ നമ്മൾ ഈ പരിപാടി വിട്ടു. ഏതായാലും നനഞ്ഞിറങ്ങി. ഇനിയിപ്പം മര്യാദക്ക് വിസ്തരിച്ചത് കുളിച്ച് കയറാന്ന്. ആ എന്നാ വേണേലും ചെയ്യ്. വറ്റക്കുളം വറ്റുന്നിതാ ലണ്ടനിൽ. ലണ്ടനിൽ. ഹായ് മീര, രാവിലെ എങ്ങോട്ടാ? ഹായ് സർ. ഞാൻ ഡ്യൂട്ടിയിലോട്ട് പോകുന്ന വഴിയാ. എന്നാ വാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ പേര് സർ, ഞാൻ പൊയ്ക്കോളാം. മീരയുടെ വിസയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഓ, വാ ശരി. കേറ്. മീരയുടെ വിസ ഇവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ ഏകദേശം ശരിയായിട്ടുണ്ട്. ഓ താങ്ക് യു സർ. നീ നമ്മുടെ സ്വന്തം കൊച്ചല്ലേ, നിന്നെ എങ്ങനെ കളയാൻ പറ്റുമോ? ഇതെന്തുവാ സർ? പ്ലീസ് ഒന്ന് വണ്ടി നിർത്തിക്കേ. ഏയ് എന്താ മീര? ഏയ് മീര, നോൺസെൻസ്. മീര, മാത്യു സാറിനെ കണ്ടു. ഞാനിപ്പോൾ ഏജന്റിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. എൻ്റെ വിസ എല്ലാം ശരിയായി വരുന്നുണ്ട്. പക്ഷെ പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. പൈസയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട, എല്ലാം ശരിയാവും. എനിക്കൊന്നും ഒത്തിരി പൈസ നിനക്ക് തരാനുണ്ടല്ലോ. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ശരിക്കും പോയി. വാ നമുക്ക് പോവാം. ടോണി നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ കൊച്ചവിടെ ഒന്ന് പൊടിക്കണം. ഓക്കേടാ. പേരാർ കൈ കുറെ കാശായിട്ട് വേണം പുത്തം BMW വാങ്ങിക്കാൻ. എന്നിട്ട് ഈ ലണ്ടൻ നഗരത്തിലൂടെ പാറി പറന്ന് നടക്കണം. ഊഫ്. കൂടെ ശീലത്തെ ഇക്കിളിപ്പെടുത്താൻ 3-4 ബ്ലാങ്കറ്റ് കൂടി. ജിങ്ക 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 ജിങ്ക. ഇതെന്താ ഇങ്ങനെ? ചേട്ടന് വെല്ലും ബ്രേക്കൊന്നും ഇല്ലേ? You going to break my leg? You didn't give me my tip yet. ചോദിച്ച് അബദ്ധമായി പോയി. യൂസഫ് എന്ന് പറഞ്ഞതുപോലെ വെളുത്ത മാലാഖയായിട്ട് വരുന്നുണ്ടല്ലോ. Hi guys. These are my friends. This is Stella. Stella. Hi. This is Hello. Tiku, Bobby, and Nice yes. to meet you. Hi. ഹലോ. Hello. Hello. ദാ പല്ലി, നമുക്കിത് അടിച്ചു പൊളിച്ചാലോ? ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാട്ടങ്ങ് പാടിക്കേ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. തൊട്ടാ പാടിപ്പോൾ ഓടിയൊളിച്ചാൽ ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ. തൊട്ടാ പാടിപ്പോൾ ഓടിയൊളിച്ചാൽ ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ.
ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. പട്ടം പറത്തുന്ന നേരത്ത പട്ടത്തിൻ ചരടുകൾ പൊട്ടുന്നതോർമ്മയില്ലേ? പറക്കണം നമുക്ക് പൊട്ടിയ പട്ടം പോലതിരുകളില്ലാതി ലോകത്തിൽ. ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. നുരഞ്ഞു പതഞ്ഞു പൊങ്ങും ഈ ഗ്ലാസിനുള്ളില് വിയർക്കുമിളകൾ പോലെയല്ല ജീവിതം, ലഹരിയല്ല ജീവിതം, ലഹരിയല്ല ജീവിതം, ലഹരിയല്ല ജീവിതം, ലഹരിയല്ല ജീവിതം. ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന ക്ലാ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. തൊട്ടാ പാടിപ്പോൽ ഓടിയൊളിച്ച ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ? തൊട്ടാ പാടിപ്പോൽ ഓടിയൊളിച്ചാൽ ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ? Cla 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 clu clu ta 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 do. Cla 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 kulukki ta 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 do. Kulukki ta 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 do. Kulukki ta ta ti ta ta do. Kulukki ta 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 do. എടാ നമുക്കേ മറ്റേ ആ യൂസഫ് കൊണ്ടു നടക്കുന്ന ഒരു മാതാമയുണ്ടല്ലോ, ക്ലാ ക്ലാ ക്ലൂ ക്ലോ, അവളെ അങ്ങ് പൊക്കിയാലോ? ആരെ? സ്റ്റെല്ലേ? എടാ യൂസഫ് പറഞ്ഞനുസരിച്ച് അവളുടെ അപ്പന് പ്രാന്താണ്. ആ പ്രാന്തന്റെ കൈ കൊണ്ട് ചാവാനാണ് ഇവന്റെ വിധി. ഒന്ന് പോടാപ്പാ. ഓക്കെ, നാളെ കാണാം. മോളെ മീര. ആ അങ്കിൾ. എന്താ മോളെ ഇത്? ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണോ കൂട്ടുകെട്ട്? അത് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അങ്കിളെ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ മോളുടെ ഡാഡിയോട് ഞാൻ വിളിച്ചു പറയട്ടെ? അയ്യോ വേണ്ട അങ്കിളെ. മോളുടെ ഡാഡി ദുബായിലെ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മോളിങ്ങനെ പ്രേമിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കാലം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഇറ്റ്സ് അപ് ടു യു. മോള് പൊയ്ക്കോളൂ. ശരി അങ്കിളെ. ഹായ് മീര. ഹായ്. സർപ്രൈസ്. ഓ താങ്ക് യു. ചുമ്മാ ഇരിക്കടാ. ഒന്ന് നിർത്തടാ കോപ്പന്മാരെ.
മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്നാ പ്രശ്നം? ആ യൂസഫ് നമുക്കിട്ട് പണിയുകയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ പകുതി വിലയെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി അവനുമായിട്ട് ഒരു ഡീലിങ്ങും ഇല്ല. ഇവനാള് കൊള്ളാലോ, കൂട്ടത്തിൽ നിന്ന് പാലം വലിക്കണ. ഓഹോ, ഇപ്പൊ ഞാൻ ഔട്ടായല്ലേ? നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലടാ? You bloody cheat. എടാ നിന്നെ ഞാനുണ്ടല്ലോ. ടോണി വേണ്ട, വിടറാ ടോണി. ടോണി, നീ അവനെ നോവിച്ചു വിട്ടത് ശരിയായില്ല. അവൻ നമുക്കിട്ട് പണി തരും കേട്ടോ. അവനൊരു ചുക്കും ചെയ്യില്ല. പന്നിയത്തോടെ രക്ഷപ്പെട്ടു. ഇനി അവനെ കൈ കിട്ടിയാ കൊല്ലണം. യൂസഫായിട്ട് അടി ഉണ്ടാക്കിയത് പോട്ടെ, സാധനം മറിച്ച് വിറ്റത് ആൻഡ്രൂസ് അറിയുകയും ചെയ്ത് അത് ചോദിക്കാൻ വിളിച്ച് അയാളുടെ തന്തയ്ക്കും വിളിച്ച്. ഓ, ഇനി എന്തൊക്കെ ആവുമോ. ആൻഡ്രൂസിനെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ പിശാചിനെ കാണുമ്പം തന്നെ പേടിയാ. അവൻ വരട്ടെന്നേ, അപ്പം നമുക്ക് അടുത്ത കാര്യം നോക്കാം. ആ ഓഞ്ഞ നോട്ടം കാണുമ്പം തന്നെ ചങ്കിടിക്കും. ആ വേട്ടാവളി എന്റെ കൈകൊണ്ട് ചാകാൻ തന്നെയാ എന്റെ വിധി. എടാ നീ വാ, നമുക്കൊരു റൗണ്ട് ഇരിക്കാം. എനിക്ക് ഓർമ്മ വരുന്നു. എടാ നീ ആ ടോണിനെ അങ്ങ് വിളി. ടോണി, ടോണി, അവനടിച്ച് പറ്റളിയാ. എടാ നമുക്ക് കാശൊക്കെ ആയ സ്ഥിതിക്ക് തടി കേടാകുന്നതിന് മുന്നേ ഈ പണി അങ്ങ് വിട്ടാലോ? പിടിക്കുമെങ്ങാനും ചെയ്ത ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ പ്ലിങ്. ആരെ പോക്കാനാടാ? കാശുള്ളവൻ രാജാവാടാ, രാജാവ്. കാശില്ലാത്തവന് വെറും പട്ടിയുടെ വിലയാണ്. നമുക്ക് കാശ് വേണം, കോടികൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സാമ്രാജ്യം പണിയണം. അവസാനം സാമ്രാജ്യം കീറി താഴെ വീടരുത്. പണി എൻ്റെ സാമ്രാജ്യം ഞാൻ പണി. അവൻ പണിയിട്ട് നീ കളി. പല്ലി, നീ ഒന്നീ ഉറക്കം അല്ലെ കളി. ഇത് മിക്കവാറും അവസാനത്തെ ഇറക്കലും കയറ്റലും ആയിരിക്കും. ആ യൂസഫ് ഒരു പോലീസ് മാലാഖയെ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞതായിരുന്നു. ഇനിയിപ്പം അത് ഒരു തീരുമാനമായി. ഓഹോ, അപ്പൊ പല്ലിക്ക് അതിലാണ് ചങ്കടം. എടാ കഥയെ മുട്ടുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇത് ക്ലാവറാണോ ഇസ്പേഡാണോ? എടാ പല്ലി, പുറത്ത് പോലീസ്. അയ്യോ എടാ എണീക്കണം, പോലീസ്. ബോബി എണീക്കണം. എഴുന്നേക്കടാ ടോണി, പോലീസ്. ടോണി ടോണി പോലീസ്. ആൻഡ്രൂസ് ഞങ്ങളെ പോലീസിന് ഒറ്റിക്കൊടുത്തു.
അല്ല, എൻ്റെ തെറ്റിന് എനിക്ക് ദൈവം തന്ന കൂലിയ. എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിലായി. പോലീസ് എത്ര ചോദിച്ചിട്ടും ജിക്കുവിൻ്റെയും നെൽസൻ്റെയും പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഏതായാലും ഞങ്ങൾ പിടിക്കപ്പെട്ടു. പിന്നെന്തിനാണ് അവരുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്? പിന്നീട് ജയിലിലുള്ള 3 വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മീരെ കണ്ടിട്ടില്ലേ? കണ്ടിരുന്നു. ഞാൻ മീരയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. പക്ഷേ അവൾക്ക് എന്നോട് പ്രായത്തിൻ്റെ വെറും ഇൻഫാക്ച്വേഷനാണെന്ന് മാത്രം അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ദുഃഖം തോന്നി. മീര, നീ ഇതെവിടെയായിരുന്നു? എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. ആ, ഞാൻ ബിസിയായിരുന്നു. നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഇത് നടക്കാൻ പോകുന്നില്ലടാ. എനിക്കാണ് നല്ലൊരു ആലോചന വന്നിരിക്കുക ഇപ്പൊ നാട്ടില്. എന്റെ വീട്ടുകാരത്ത് സമ്മതിക്കില്ല. നീ എന്തായി പറയുന്നത്? How can you do this to me after all? Be practical, man. What do you mean by practical? I'm sorry, Bobby. This is not gonna Mira, listen. എല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ വല്ലാതെ പശ്ചാത്താപം തോന്നും. പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവ്, അല്ലാണ്ട് എന്തു പറയാൻ. ശരിയും തെറ്റും പറഞ്ഞുതരാൻ അന്ന് ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇന്നും ഗുഡ് ബൈ സുപ്രിയ. ഹലോ ഡാ, ഞാൻ ബോബിയാടാ. ബോബിയാ? എടാ ബോബി, നീയോ? എടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഓക്കേടാ, ഓക്കെ ബൈ. എടാ ബോബി ജയിലിൽ നിന്ന് ഇറങ്ങി. അവൻ ഇങ്ങടേക്ക് വരുന്നുണ്ട്. ആര്? നമ്മുടെ ബോബിയാ? ആ, ബോബി. ജിക്കു, ബോബി. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? വാ പറയാം. നീ പറയുന്ന കഥയൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നത്തിലേക്കാണല്ലോടാ ചാടുന്നത്. എടാ ബോബി, സുപ്രിയോടുള്ള നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവള് നിനക്ക് കിട്ടുക. ശരിയാ. എന്നിട്ട് എന്തിയേ നിന്റെ മറ്റേ പാർട്ടി നായരുകുട്ടി? ഓ, അവള് പറ്റിച്ചിട്ട് പോയടാ. നിനക്ക് വേണ്ടിയേ ആ പഴയ ബസ് സ്റ്റാൻഡ് അമ്മണി കാത്തിരിപ്പുണ്ട്. വേഗം ചെല്ലേ. പിന്നെ നിനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോടാ? ഏയ്, എന്തിനാടാ? അല്ല, ഞങ്ങൾ വിചാരിച്ചു നീ ഞങ്ങളുടെ പേര് പോലീസിനോട് പറയുമെന്ന്. ഓ, ഏതായാലും ഞങ്ങളെ പോലീസ് പിടിച്ചു. പിന്നെന്തിനാ നിങ്ങളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്? ഓ, താങ്ക്സ് എടാ ബോബി. നീയാടാ യഥാർത്ഥ സുഹൃത്ത് മച്ചു. അപ്പൊ ബ്രോസ്, നമ്മുടെ ഈ റീയൂണിയൻ പാർട്ടി നമ്മൾ അടിച്ചു പൊളിക്കുന്നു. കോടനാകായി. ഓക്കെ, ശരിയടാ മച്ചാ. എടാ ബോബി, നീ പേടിക്കണ്ടടാ, ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരി, എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ ശരി, നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരൂടാ. അതെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിന്റെ സുഹൃത്തുക്കളാന്നും പറഞ്ഞ് നടക്കുന്നത്? ഞങ്ങൾ പോയി കാല് പിടിച്ചാ കിളവൻ കേക്കുവോ? അതെ, എടാ വേണേ ഞങ്ങൾ പോയി തട്ടിക്കൊണ്ടുവരാടാ. എന്താടാ ഇത് സിനിമയാണ്? നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തിനും റെഡി. അല്ലടാ വല്ലി? അതെ, നീ ഞങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്നവനാണ്. നിനക്ക് വേണ്ടി ചാകാനും ഈ പല്ലി ഉണ്ടറാ. ഏത് അലക്സാണെങ്കിലും ശരി, ഏത് അലക്സാണ്ടർ ആണെങ്കിലും ശരി, അവനെ വെട്ടി തുറക്കി പട്ടി കെട്ടുകൊടുത്ത് സുപ്രിയനെ നമ്മള് കെട്ടുവിടാ. അല്ല, ബോബി കെട്ടും. പല്ലിക്ക് പറ്റായി മതിയടാ കയറ്റിയത്. ഞാൻ കുടിക്കും. എന്റെ വിഷമം തീരുന്നവരെ കുടിക്കും. നീ കുടിച്ചോ?
നിന്റെ വിഷമം തീരുന്നവരെ കുടിച്ചോ. പക്ഷെ എന്റെ പുറത്തെങ്ങാനും വാള് വെച്ചാ ചാവിട്ട് നിന്നെ കടലിലെറി. എന്റെ ബോബിനെ ചതിച്ചവനെ ഞാൻ വെട്ടും. ഏത് അലക്സാണ്ടർ ആണെങ്കിലും ഏത് അലക്സാണ്ടർ ആണെങ്കിലും അവനെ ഞാൻ വെട്ടും. അവനെ വെട്ടി 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 ഞാൻ കൊല്ലുവടാ. ശവങ്ങള്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കിക്കും. നീയുണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് തന്നെ തീർക്കണം. അല്ലെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ. ഐ ആം സോറി ബോസ്, എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബോസാണെന്ന്. ഞാനുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം. കമോൺ ദെൻ, എനിക്ക് നിന്നെ അതിനുശേഷം കണ്ടാ മതി. ഓക്കെ, ഐ വിൽ. അല്ല, ഇന്നലെ വരെ ഈ കല്യാണം നടത്തരുത് എന്ന് എന്നെ ഉപദേശിച്ച നിനക്കെന്താ ഇപ്പം പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാകാൻ കാരണം? അതാ ചായ, ഞാൻ അവനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ആ സംഭവം ഒഴിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതിപ്പോ അവനൊരു തെറ്റുപറ്റി. കൂട്ടുകാരെല്ലാം കൂടി അവനെ കുഴിച്ചാടിച്ചാണെന്നേ. അല്ലെങ്കിൽ ഇങ്ങനൊന്നും പോകുന്ന പയ്യനല്ലെന്നേ അവൻ. ഒന്നും അല്ലെങ്കിലും അച്ചായൻ്റെ ജീവൻ രക്ഷിച്ച ഇറക്കനല്ലേ അവൻ. ഒന്ന് ആലോചിച്ച് നോക്കേ, അവനൊരു ഫ്രോഡായിരുന്നെങ്കിൽ അന്ന് അച്ചായൻ്റെ പണം അടിച്ചുകൊണ്ട് പോകത്തല്ല ഉള്ളായിരുന്നു അവൻ. അവൻ നല്ല മനുഷ്യനാണെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടി? ടോണിയുടെ മരണമുണ്ടാക്കിയ ഡിപ്രഷനിൽ നിന്ന് അവളൊന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് മറ്റൊരു ഡിപ്രഷനിലേക്ക് നമ്മൾ അവളെ തള്ളിവിടണം. നിങ്ങളുടെ ഈ പിടിവാശി കാരണം അവൾ മനം നൊന്ത് എന്തെങ്കിലും ചെയ്തു കളയുമെന്ന എൻ്റെ പേടി. ഏതായാലും നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. എൻ്റെ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുകയില്ല. എന്തായാലും അവരുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അവനെ കൂട്ടി പെട്ടെന്ന് വരാം. ശരി ശരി, ഇറങ്ങട്ടെ ചായ. ഇതാരോടാടി ഇവന് വർത്താനം പറയണേ? ഈ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്താടാ, വേറെ ആരുമല്ല. ഇനി ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ എന്താ പരിപാടി? നാളെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആ കോഴി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ, എന്തിനായിരിക്കോ? ദേ പമ്മി പമ്മി വരുന്നുണ്ട്. ആ വന്നല്ലോ. ബെസ്റ്റ് ടീ. ആഹാ, എല്ലാവരും അടിച്ച് പിമ്പിരിയായിരിക്കുകയാണല്ലോ. ഫോട്ടൊന്നും ഇല്ലടാ. ഓ ബിയറേ ഉള്ളൂ. ആ ഇതെടുത്തോളാം, അടിക്കേ. അല്ല, എനിക്കറിയാൻ മേലാൻ ചോദിക്കുക, ഈ ബോബിക്ക് എങ്ങനാ എന്റെ ബോസുമായിട്ട് പരിചയം? ബോസോ? ഏത് ബോസ്? വെറുതെടാ താൻ പോ. അച്ചായ, നിങ്ങളെ മറ്റേ കോഴി പരിപാടി അവിടെ പോയി വിളമ്പട്ടെ. അയ്യോ പല്ലിതി ചതിക്കല്ലേ. എടാ, എനിക്ക് അലക്സച്ചാന് മുമ്പിൽ ഒരു വിലയുണ്ട്, നീ ആയിട്ടത് കളയല്ലേ. അല്ലിച്ചായ, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങക്ക് ഭാര്യയും കുടുംബവും പിള്ളേരും ഒന്നും ഇല്ലേ? ഉണ്ടല്ലോ. എടാ, എന്റെ ഓഫീസിനപ്പുറത്തെ സംശയത്തിന്റെ ഭൂതക്കണ്ണാടിയും വെച്ചിരിക്കുന്നത് ആരാണെന്നാ? എടാ, എന്റെ ഭാര്യ. എന്നിട്ടായി കളി കളിക്കുന്ന അന്ന് താൻ എന്റെ മീരയുടെ പുറകെ നടന്നപ്പോഴേ തന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഒന്ന് പോടാപ്പാ, അവന്റെ ഒരു ഉണക്ക പ്രേമം. എടാ, അവളെ കണ്ടാൽ അറിയത്തില്ലേ അവളൊരു ഭൂലോക ഉടായിപ്പാണെന്ന്. അവൾ ഇവന്റെ കുറെ കാശും തട്ടി പൊടിയും തട്ടി സ്ഥലം വിട്ടു. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നാളെ രാവിലെ എല്ലാരും റെഡിയായി നിന്നോണം. അവിടെ ചെന്ന് എന്റെ വില നിങ്ങൾ കളയല്ലേ. ഇല്ല ഇല്ലേ. അപ്പൊ ഓക്കെ ബോയ്സ്, എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ നാളെ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ. മോൾക്ക് സന്തോഷാവും. ഹലോ. ആ അവര് ദേ വന്നല്ലോ.
ആ അച്ചായോ മാത്യൂസേ ഇരിക്കും. പിള്ളേർ കൂടെ ഉണ്ടായിരുന്നോണ്ട് നല്ല ജോലിയായിരുന്നു. ലണ്ടനിൽ നിന്ന് ഇവിടെ വന്നത് അറിഞ്ഞതേ ഇല്ല. ആഹാ. ആ പിന്നെ അത് നെൽസൺ. ഓ ഇത് പല്ലി. ഓ സോറി ജിക്കോ. പറ്റിയ പേരാണല്ലോ. ജിക്കും നെൽസനും ഒക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങള് പൾസ് ലൈഫ് നഴ്സിംഗ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ബോബി, ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നു കളയണം കേട്ടോ. അത് സാരമില്ല അങ്കിൾ. നിങ്ങൾ ഈ ലണ്ടനിൽ നിന്ന് എല്ലാവരും കൂടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. ശരിയെന്ന് വാടാ. ഇതാണോ നമ്മുടെ കൊട്ടാരം? ആ എങ്ങനെയുണ്ട്, ഇഷ്ടായ? ഓ കൊള്ളാം. ഒരു 10-15 കുട്ടികളായി കഴിയുമ്പോഴേക്കും ഒന്ന് പുതുക്കി പണിയേണ്ടി വരും. 10-15 കുട്ടികളോ? അപ്പൊ ഇത് തന്നെയാ പണി? പിന്നെ അല്ലാതെ. എന്നവാ പോവാൻ, ഞാൻ വീട്ടിൽ പറയാതെ വന്നത്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയത്. അതെ, ഞാൻ ആ പഴയ സ്കൂൾ കുട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെയാണ് അവൻ്റെ പഴയ കളിക്കൂട്ടുകാരി എന്ന് അവൻ അറിയുമ്പോഴുള്ള അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും അവൻ എന്നെ സ്നേഹം കൊണ്ട് വാരിപ്പുണരും. ബോബിയുടെ വാക്കുകളിലൂടെ ഞാൻ അവനെ തിരിച്ചറിഞ്ഞിട്ടും അവനെന്നെ ഇനിയും മനസ്സിലായില്ല. സുപ്രിയ, എന്തേ നീ എന്നോടത് പറഞ്ഞില്ല? ഐ ലവ് യു സോ മച്ച്. അങ്ങനെ എൻ്റെ വീസായുടെ കാലാവധിയും തീർന്നു. എന്നാന്ന് പറഞ്ഞാലും അച്ഛനോട് ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. ചാണ്ടിച്ചായനോട് വന്നിട്ട് ലണ്ടനിലൊക്കെ കറങ്ങിയായിരുന്നു. എൻ്റെ പൊന്നെ, വന്നപ്പോൾ രാജ്ഞിയെ കാണണം, ബക്കിംഗ്ഹാം കൊട്ടാരം കാണണം എന്നൊക്കെ ഓർത്താ വന്നത്. പക്ഷേ എൻ്റെ അമ്മ മണ്ടനളിയൻ ആ ലണ്ടൻ ബ്രിഡ്ജ് പോലും ഒന്നും കാണിച്ചില്ല. സാരയില്ല ചായ, നമുക്കിനിയും കൂടാലോ. അച്ഛാ എന്തേ ഇതിന്ന് ഒന്നുകൂടെ അങ്ങ് പിടിപ്പിക്കും. ഹലോ, ചാണ്ടിച്ചനൊരു ഫോണുണ്ട്. ഇതിപ്പാരാ എന്നെ വിളിക്കാൻ? ഹലോ, ആ ശരിയായോ? ഓ ഓക്കെ 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 ഓക്കെ. നമ്മുടെ ആ ഗോഡ്സ് ഓൺ എയർ ട്രാവൽസ് ഇന്ന് സിബിയ. എൻ്റെ ടിക്കറ്റ് ശരിയായെന്ന്, നാളെ രാവിലെ. എടാ സോയി, എൻ്റെ മരുമകളുടെ കല്യാണത്തിനൊന്നും ഞാൻ ഇനി നിൽക്കുന്നില്ല. നീ വേണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നടത്തി കൊടുക്കാൻ. ഞാനത് ഏറ്റു ചാണ്ടിച്ച. അല്ല ഞാൻ ചോദിക്കട്ടെ, ചാണ്ടിച്ച തന്നെ ഇത്രയും നന്നായിട്ട് പെണ്ണ് കെട്ടാഞ്ഞേ, അതോ വേറെ വല്ല കുറ്റിയുണ്ടോ? അങ്ങനെ ചോദിക്കും. എന്നെ കാണാൻ കൊള്ളാഞ്ഞിട്ടാണോ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലേ? എടാ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വിദ്യാഭ്യാസമില്ലാത്തവന് പെണ്ണ് കിട്ടിയല്ല. തൻ്റേതല്ലാത്ത കാരണത്താൽ പിരിഞ്ഞു നിൽക്കുന്ന വല്ലവരും ഉണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇനി നാട്ടിൽ ചേർന്ന് അറിയാവുന്ന കുരിശും വരച്ച് ഉള്ള അത്താഴം കഴിച്ച് കഴിയാ. ഷാജി, ഒരു പാട്ടങ്ങ പാടറാ. 6 മണി നേരമായാൽ കിടക്കപ്പായെന്നോടും നേരെ ബാറിലേക്ക് ഞാൻ ഓടും. തുറക്കും മുമ്പേ കേറും, വെളുപ്പാങ്കാലം കണ്ണു തുറക്കുമ്പോ 2 വീശിലെ കൈവിറക്കും. ബോബി, ഒരു കോൾ വന്നിട്ടുണ്ട്. നോ, ഐ കാൻ ഡു ദിസ്. ഇല്ല, ചെയ്യാൻ പറ്റില്ല. ഐ കാൻ ഡു ദിസ്. ഓ,
I said I can't do it. Oh. സുപ്രിയ, 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 സുപ്രിയ. സുപ്രിയ. ഹലോ. ആൻഡ്രൂ സ്പീക്കിംഗ്. ഹലോ. നിന്റെ മോളിപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ട്. അയ്യോ, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്റെ മകളുടെ ജീവൻ. പോയി കമ്പ്യൂട്ടറിൽ നോക്ക്. പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഹലോ. ഹലോ, നോക്കണോ? ദൈവം, എന്റെ മോൾക്കൊന്നും വരുത്തരുതേ. എന്തു പറ്റി? ഞാൻ എന്തായി കാണുന്നേ? എന്റെ മോള്, എന്റെ ദൈവമേ, ആരാണ് ഈ ആൻഡ്രൂസ്? അവൻ എന്തിനാ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഞാനാണ്. നീയാണോ എന്റെ മോളെ? ക്ഷമ പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല. എല്ലാം ആൻഡ്രൂസിന് വേണ്ടിയായിരുന്നു. എനിക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്നെയും എൻ്റെ കുടുംബത്തെയും കൊല്ലുമായിരുന്നു. ഞാൻ പലതവണ ഇതിൽ നിന്ന് പിന്മാറാൻ നോക്കിയതാണ്. അവനൊരു പിശാചാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഞാനൊരു പുതിയ മനുഷ്യനാണെന്ന് ഉറച്ചാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അയാൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആൻഡ്രൂസിനെ ചതിച്ചവരാരും പിന്നെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ലടാ. ഈ ആൻഡ്രൂസ് നിനക്ക് വിധിച്ചതാ ആ ജയിൽ ശിക്ഷ. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആൻഡ്രൂസ്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണോ? അല്ലടാ, കോടികളുടെ നഷ്ടമാ നീയൊക്കെ കാരണം എനിക്കുണ്ടായത്. പക്ഷേ നിന്നോട് ഞാൻ ക്ഷമിക്കാം. ബട്ട് വൺ കണ്ടീഷൻ. നീ എനിക്ക് വേണ്ടി ഒരു ഡീൽ ഏറ്റെടുക്കണം. നീ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വലയിലാക്കണം. എന്നിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തരണം. നിന്നെ പോലൊരു ചുള്ളന് നിസ്സാരമായി ചെയ്യാവുന്നൊരു ജോലി. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മറിച്ചാണെങ്കിൽ നീ ആൻഡ്രൂസിന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. Now, tell me, deal or no deal? നിക്കവിടെ. ഓർമ്മയില്ലേ ആൻഡ്രൂസിന്റെ പഴയ വാക്കുകൾ? ആൻഡ്രൂസ് കണ്ണിൽ നോക്കി പറഞ്ഞതിനും കാതിൽ പതിഞ്ഞതിനും പിന്നെ മാറ്റമില്ല. എനിക്കൊരിക്കലും അവളെ ചതിക്കാൻ കഴിയില്ല. ഞാൻ എന്നും ഒരുപാട് സ്നേഹിച്ച എൻ്റെ പഴയ സ്കൂൾ ജീവിതത്തിലെ കളിക്കൂട്ടുകാരിയാണ് സുപ്രിയ എന്നറിഞ്ഞ നിമിഷം ഞാൻ ആൻഡ്രൂസ് ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതാണ്. അയാൾക്കെന്തിനായി എന്റെ മോളോട് ഇത്ര വിരോധം? എനിക്കറിയില്ല അങ്കിൾ. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരുത്തനെയും വിടില്ല ഞാൻ. എന്താ വിളിച്ചേ? എന്താ കാര്യം? എന്താ? എന്റെ മോളെ കാണുന്നില്ല. സുപ്രിയോ? അതെ. ബിനോയ്, നമുക്ക് ഉടനെ പോണം. വാ. ആ നീല ബിയർക്കാൻ നോക്കിക്കേ. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് പോയ സ്ഥലമാണെന്നാ. യെസ്, ഇതാ ഫാം ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ തന്നെയാ.
നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കണം. അയ്യോ വേണ്ട, എനിക്ക് ആൻഡ്രൂസിനെ ശരിക്കറിയാം. പോലീസ് എത്തിയാൽ ആ നിമിഷം അയാൾ അവളെ കൊല്ലും. നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം. എന്നാ വാ. Get in fast. പെട്ടെന്ന് കേറ്. എന്റെ മോളെ പ്ലീസ് ആൻഡ്രൂസ്, എന്റെ മോളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഏയ്, അവളൊരു പാവമാണ്. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റെന്ന വാക്കുപോലും മിണ്ടാൻ നീ അർഹനല്ല. നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ ചാർലിയെ? നിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരനെ. ദൈവമേ, ചാർലി ചാർലി നിങ്ങളുടെ ബ്രദറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ കമ്പനിയിലെ ഒരു മോഷണക്കുറ്റം ചുമത്തി നീയും നിന്റെ മോളും കൂടി ജയിലിൽ അയച്ചില്ലേ? അവൻ അതുമൂലം ആത്മഹത്യ ചെയ്തു. മൈ ഗോഡ്, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നു എന്റെ ചാർലി. നീ ആ സ്നേഹം തല്ലിക്കിടത്തി. എന്റെ കുടുംബം തകർത്തവരാരെയും ഇതുവരെയും ആൻഡ്രൂസ് വെറുതെ വിട്ടിട്ടില്ല. അല്ലടാ മാത്യൂസ്. മാത്യൂസ്, നീയും? സോറി അച്ചായ, എന്നെ ഞാനാക്കിയതേ എൻ്റെ ഈ ബോസാ. ബോസ് പറഞ്ഞ പിന്നെ പ്ലീസ് മാത്യൂസ്, ഒന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ല. നിന്റെ ന്യായീകരണങ്ങൾ ഒന്നും ആൻഡ്രൂസിന് കേൾക്കണ്ട. എന്റെ കുടുംബം തകർത്തിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്നും കരുതണ്ട. നിന്റെ കൺമുമ്പിൽ കിടന്ന് നിന്റെ മകള് പെടഞ്ഞ് മരിക്കുന്നത് നീ കാണും. അങ്ങനെ മാനസിക പീഡനം അനുഭവിച്ച് നീയും പെടഞ്ഞ് മരിക്കുന്ന എനിക്ക് കാണണം. ദൈവമേ, ചവിട്ടി വിട. എല്ലാവരും കൂടി ചാകാൻ ഒടുക്കെ ഈ ആൻഡ്രൂസിന്റെ അടുത്ത് തന്നെ എത്തിയല്ലടാ. നിന്റെയൊക്കെ സുഹൃത്ത് ആ ടോണിയെ പരലോകത്തേക്ക് അയച്ചത് ഈ ആൻഡ്രൂസാടാ. നിന്റെയൊക്കെ ഗതിയും അത് തന്നെ ആയിരിക്കും. Come, Supriya. Come.
ക്ലാ 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 ക്ലാ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. ക്ലാ 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 ക്ലാ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. തൊട്ടാ പാടിപ്പോൽ ഓടിയൊളിച്ചാൽ ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ. തൊട്ടാ പാടിപ്പോൽ ഓടിയൊളിച്ചാൽ ലോകം നമ്മെ പുച്ഛിച്ചു തള്ളില്ലേ. ക്ലാ 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 ക്ലാ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. ക്ലാ 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 ക്ലാ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. പട്ടം പറത്തുന്ന നേരത്ത പട്ടത്തിൻ ചരടുകൾ പൊട്ടുന്നതോർമ്മയില്ലേ. പറക്കണം നമുക്ക് പൊട്ടിയ പട്ടം പോലതിരുകളില്ലാതി ലോകത്തിൽ.